നമസ്തേ. നമ്മൾ പലപ്പോഴും ഈ തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പേരൻസ് വന്നിട്ട് ഇങ്ങനൊരു ഒരു കോൺവെർസേഷനിൽ അവർ പറയാറുണ്ട്. തെറാപ്പി ഓരോ ദിവസവും ഞാൻ കയറി കാണാറുണ്ട്. അവരെന്താ ചെയ്യുന്നത് ഞാൻ നോക്കാറുണ്ട്. ഞാൻ ദിവസവും തെറാപ്പിസ്റ്റിനോട് ചോദിക്കും ഇന്നെന്താണെന്നുള്ളത്. ഞാൻ പലപ്പോഴും അവരോട് പറയും അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം പ്രൊഫഷണൽസ് ആയിട്ടുള്ളവർ അവർ ഡിസൈഡിങ് ഫാക്ടറാണ്. അത് ചെയ്യാൻ ആയിട്ടുള്ളൊരു ടൈം നമ്മൾ കൊടുക്കണം. അപ്പം നമ്മൾ ഒരിക്കലും ഒരു ചിത്രകാരൻ പടം വരയ്ക്കുന്നു. ഈ പടം വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതെന്തിനാ ഈ വര ഇവിടെ വരച്ചത്? ഈ വര എന്തിനാ ഇവിടെ വരച്ചത്? അയ്യോ ഇതിന് കണ്ണില്ലേ? ഇതിന് മൂക്കില്ലേ? എന്നൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് തോന്നും. പക്ഷേ ആ ചിത്രകാരൻ വരച്ച് കഴിയുന്നൊരു സമയം നമ്മൾ പോവുകയാണെങ്കിൽ അതൊരു പരിപൂർണ്ണ പിക്ചറായിട്ട് തോന്നും. പലപ്പോഴും പേരൻസിന് സംഭവിക്കുന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുക അവരുടെ ആ ഒരു ആകാംക്ഷ കൊണ്ടായിരിക്കാം. അവർ ഈ പ്രൊഫഷണൽസുമായിട്ട് നിത്യം ഭയങ്കര എന്താ പറയുക ചോദ്യോത്തരങ്ങൾ നടക്കും. അതിന് പകരം ചെയ്യേണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാ മാസത്തിൻ്റെ അവസാനം ഇവരെന്താണോ മൈനർ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഗോൾ എത്രമാത്രം അച്ചീവ് ചെയ്തു, അടുത്ത മാസം എന്ത് നെക്സ്റ്റ് ലെവൽ ഗോളാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സെറ്റ് ചെയ്താൽ ഗുണകരമാവും എന്നുള്ള കാര്യങ്ങൾ വേണം ചോദിക്കാൻ. പിന്നെ ആ ഒരു മാസത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ഹോംവർക്ക് നിങ്ങൾ ചെയ്യണം. വീട്ടിൽ പോയിട്ട് ഹോം തെറാപ്പികൾ എന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. ഇങ്ങനെ അവരെന്താണോ പറയുന്നത്, അല്ലാതെ ആ അന്നത്തെ ദിവസം ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി അല്ല നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത്. ആക്ടിവിറ്റി അവർ പലത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങളോട് എന്ത് ആക്ടിവിറ്റിയാണ് വീട്ടിൽ പോയി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഇത് പ്രോപ്പറായിട്ട് ചെയ്യുക, അതിൻ്റെ അപ്ഡേഷൻ കൊടുക്കുക. എന്നിട്ട് മന്ത് എൻഡിൽ ആ പ്രൊഫഷണലുമായിട്ടൊന്നിരിക്കുക. ഇപ്പോൾ ഓക്യുപ്പേഷൻ തെറാപ്പിസ്റ്റ് ആണെങ്കിൽ അവർ, അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, അവരുമായിട്ടൊരു ഡിസ്കഷനിൽ ഇരുന്നാൽ അവർ പറയും ഓക്കെ ഈ മാസം നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് ഇത്രയായിരുന്നു, അത്ര അച്ചീവ് ചെയ്തില്ല, ഇത്ര വരെ എത്തിയുള്ളൂ. ഈ ഒരു പാരാമീറ്റർ വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ വരും. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ TV കണ്ടു, CCTV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് ഈ ചോദ്യവും. അപ്പം പ്രൊഫഷണൽസിൻ്റെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ അവരുടെ ജോലി എന്ന് പറയുന്നത് നിങ്ങളെ ഓരോ ദിവസം കൺവിൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാവും. റിസൾട്ട് ഓറിയൻറ്റഡ് ആവണം എന്നില്ല. അപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആവണം, അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി വേണം എന്നുണ്ടെങ്കിൽ മന്ത് എൻഡിൽ നിങ്ങളൊരു ഡിസ്കഷൻ അവരുമായിട്ട് വെക്കുക. അതുവരെ അവർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാവകാശവും, അതോടൊപ്പം നിങ്ങളൊരു വീട്ടിൽ ചെയ്യേണ്ട തെറാപ്പികൾക്കും പ്രാധാന്യം, നിങ്ങൾ വീട്ടിൽ ഹോംവർക്ക് ചെയ്യുന്നതിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും റിസൾട്ട് ഓറിയൻ്റായിട്ട് പോകുന്നതിന് ഏറ്റവും നല്ലത്. നമസ്തേ.